ഞാനിന്ന് മത്തങ്ങയും മാങ്ങയും കൂടിച്ചേർത്ത നല്ലൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു കഷ്ണം മത്തങ്ങയും ഒരു പച്ചമാങ്ങ, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും നന്നായി ചതച്ചെടുക്കണം. മത്തങ്ങ തോല് കളഞ്ഞ് ചതുര കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. അതുപോലെ പച്ചമാങ്ങയും തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതി മാത്രമാണ് ഞാൻ എടുത്തത്. ഇനി കറി ഉണ്ടാക്കാൻ ഒരു പാത്രത്തിലേക്ക് മത്തങ്ങ കഷ്ണങ്ങളും മാങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. കൂടെ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ വെന്ത് വരാനുള്ള വെള്ളം കൂടി ഒഴിക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി ചെറിയ ഒരു മുറി തേങ്ങ ചിരവിയത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഒട്ടും തരിയില്ലാതെ നന്നായി അരച്ചെടുക്കാം. കറി തിളച്ചാൽ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വെന്ത് ഇതിലെ ചാറൊക്കെ വറ്റി വരണം. ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ ഒരു സ്പൂൺ വെച്ച് ഉടച്ച് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുന്നതിന് പകരം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് തിള വന്നാൽ വാങ്ങി വെക്കാം. വാങ്ങി വെച്ച ശേഷം ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് പച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.